ഇതുവരെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സമരം ആരും ഇവിടെ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനെ നിങ്ങൾ ധൈര്യപൂർവ്വം ഇങ്ങനെ ഭർത്താവിൻ്റെ വീടിന് മുമ്പ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ശരിക്കും നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സ്വർണം തിരികെ തരാം. ഓക്കെ. എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് പല തവണകളായി കൈപ്പറ്റിയിട്ടുള്ള കാശ് തിരിച്ചു തരാം. ഓക്കെ. അതൊരു 100 പവൻ സ്വർണവും 10 ലക്ഷം രൂപയാണ്. ഓക്കെ. മകളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കത്തോടെ കാര്യങ്ങൾ എത്തിക്കുക. ഓക്കെ. പിന്നെ എനിക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരവും വേണം. ഓക്കെ. ആ, അതാണ് എൻ്റെ ആവശ്യം. ഓക്കെ. നിങ്ങളിപ്പോൾ ഈ 100 പവൻ ഗോൾഡ് എന്ന് പറയുന്നുണ്ട്. ഈ ഗോൾഡ് നിങ്ങൾ കൊടുത്തൊരു ഫേക്ക് ഗോൾഡ് ആയിരുന്നു എന്ന് പോലും ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. അതിന് കാരണം എന്താ? അത് ഇവിടെ ശരിക്ക് ഹൈദരാലി എന്ന് പറഞ്ഞൊരു ഇക്കാന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്, കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ. അതിനകത്ത് ഇവർ ചെന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ അത് ഇവരുടെ നിലവാരത്തിന് അവർ കാണിക്കുന്നതല്ലേ. ഈ സ്വർണം ഇതിനും വേറെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല. അദ്ദേഹത്തിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് PG സെറ്റ് മേടിക്കാനുള്ള ഡൊണേഷനും ആദ്യ വർഷത്തെ ഫീസുമായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള കാശാണ്. അതിന് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സ്വർണം വിറ്റിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്കകം ഞാൻ എൻ്റെ മകളെ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് വിറ്റിട്ട് അവർ കൊണ്ടുപോയിട്ടുള്ള കാശാണ്. അന്നത്തെ കാലത്ത് അവരുടെ ആ ഫീസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വർണം വിറ്റ കാശും ആ ഫീസും മാച്ചിങ് ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവരെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കിയത് നിങ്ങളുടെ ഫാമിലിയാണെന്ന് പറയാം. അല്ല, അവരെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് അയാൾ ഡോക്ടർ ആയിരുന്നു. അവർക്ക് ഉപരിപഠനത്തിന് എല്ലാ സപ്പോർട്ടും കൊടുത്ത ഫാമിലി എൻ്റെ ഫാമിലിയാണ്. അദ്ദേഹം ആ കോഴ്സ് തുടങ്ങിയതും എൻ്റെ സ്വർണം വിറ്റിട്ടാണ്. ഡൊണേഷൻ കൊടുത്തതും ഫസ്റ്റ് ഇയറിന്റെ ഫീസ് കൊടുത്തതും. അതിനുശേഷം ആ 3 വർഷക്കാലം ഓരോ തവണയും കാശിന്റെ ആവശ്യം വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. എൻ്റെ വീട്ടുകാരും ഞാനും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. ലവ് മാരേജ് ആയിരുന്നു അല്ലേ? അതെ. അത് തുടക്കത്തിൽ ഇവരുടെ വീട്ടുകാർ